പാസ്പോർട്ട് പുതുക്കാനോ എടുക്കാനോ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം ഒരാളുടെ ദുരനുഭവത്തിൽ നിന്നാണ് ഞങ്ങളത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഡെസ്കിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. കൊച്ചിയിൽ ഇഷ്യൂ ചെയ്ത പുതിയ പാസ്പോർട്ടുമായി ഒരു തമിഴ് വംശജയായ വനിത കൊച്ചിയിൽ നിന്ന് വിമാനം കയറി ഷാർജയിലെത്തുന്നു. ഷാർജ എയർപോർട്ടിൽ വന്നിട്ട് വിസിറ്റ് വിസ കാണിച്ച് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു, നിങ്ങളുടെ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് എം എന്നാണല്ലോ, മെയിൽ എന്നാണല്ലോ. നിങ്ങൾ ഫീമെയിലാണ്, നിങ്ങൾ മെയിൽ എന്നാണ് പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇത് കാരണം നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് വിസയുണ്ട്, പാസ്പോർട്ടുണ്ട്, വാലിഡിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിയമം അനുസരിച്ചാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. ആ പകൽ കഴിഞ്ഞു പോകുന്നു, രാത്രിയാകുന്നു. ആ വനിതയുടെ ഭർത്താവ് ദുബായിലുണ്ട്. അദ്ദേഹം കോൺസുലേറ്റിനെ സമീപിക്കുന്നു, ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു, സാമൂഹിക പ്രവർത്തകരെ വിളിക്കുന്നു, അഡ്വക്കേറ്റ്സുമായി ബന്ധപ്പെടുന്നു. എല്ലാവരും ഫൈനലി തീരുമാനമെടുക്കേണ്ടത് ഇത് പാസ്പോർട്ട് കൊടുത്ത ഇഷ്യൂ ചെയ്ത കൊച്ചിൻ ഓഫീസ് കറക്റ്റ് ചെയ്യേണ്ട വിഷയമാണെന്ന് കണ്ടെത്തുന്നു. കോൺസുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുന്നു. രാത്രി കടന്നു പോകുന്നു. രാവിലെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിനിടയിൽ രാത്രി തന്നെ വെളുപ്പാങ്കാലമാകുമ്പോൾ ഒരു ടിക്കറ്റ് ബോർഡിംഗ് പാസും കിട്ടുന്നു. വന്ന വിമാന കമ്പനി തന്നെ ഈ വനിതയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവരിപ്പോൾ നാട്ടിലെത്തി. ഒരു ചെറിയ വാക്ക് എഫ് എന്ന് എഴുതേണ്ടിടത്ത് എം എന്ന ലെറ്റർ വന്നപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. സാമ്പത്തിക നഷ്ടം മാത്രമല്ല ഈ വിഷയത്തിലുള്ളത്. ഈ വനിത അനുഭവിച്ചിരിക്കുന്ന അതിതീവ്രമായ മനോവേദന. രാവിലെ 11 മണിക്ക് വന്നിറങ്ങിയിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷാർജ എയർപോർട്ടിലിരുന്ന കയ്യിൽ കാശൊന്നും ഉണ്ടാകണമെന്നില്ല. ഇഷ്ടം പോലെ ആഹാരം വാങ്ങി കഴിക്കാനോ, ഇനി ആഹാരം വാങ്ങി കഴിച്ചാൽ തന്നെ സമാധാനം ഉണ്ടാകുമോ? ഭർത്താവും വേണ്ടപ്പെട്ടവരുമൊക്കെ പുറത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ചിത്രം അവരുടെ മനസ്സിൽ വരില്ലേ? അങ്ങനെ എന്തെല്ലാം മനോവ്യഥയിലൂടെ ആ വനിത കടന്നുപോയിട്ടുണ്ടാകും. പാസ്പോർട്ട് കോപ്പിയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അതൊന്നും നിയമം അനുശാസിക്കുന്ന വിധത്തിൽ കാണിച്ചുകൂടാന്നാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഏതായാലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് യു എയിലേക്ക് വന്നതാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്ത ചിത്രം അവശേഷിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ കാരണമായതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? എഴുതി കൊടുത്തത് ഒരു കാരണവശാലും ഈ വനിത താൻ മെയിലാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കില്ലല്ലോ പാസ്പോർട്ട് ഓഫീസിൽ. പാസ്പോർട്ട് ഓഫീസിൽ ഇത് പൂരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ഫില്ല് ചെയ്ത് കൊടുത്തെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തെറ്റിപ്പോയതാണോ, അബദ്ധത്തിൽ വന്നതാണോ, അതോ മാറ്റി മനഃപൂർവ്വം എഴുതിയതാണോ? എന്താണെങ്കിലും ഒരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ഉദ്യോഗസ്ഥരും നോക്കണം, കിട്ടുന്ന നമ്മളും നോക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇക്കാര്യം ഇത്രയും പ്രാധാന്യത്തിൽ ദുബായ് വാർത്ത ഒരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നത്. ആദ്യം പാസ്പോർട്ട് കിട്ടുമ്പോൾ അത് പുതുക്കാനാവട്ടെ, പുതിയതാവട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ, ആരുടേതാണെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കുക. ഗിവൺ നെയിം നമ്മുടെ പേര് തന്നെയാണോ? പിന്നെ സർനെയിം എഴുതിയിരിക്കുന്നത് കുടുംബ പേരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരോ എന്താണോ നമ്മൾ ആഗ്രഹിച്ച് കൊടുത്തത് അത് തന്നെയാണോ? ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണോ? ഇഷ്യൂ ചെയ്തിരിക്കുന്ന സ്ഥലം കറക്റ്റാണോ? എക്സ്പയറി ഡേറ്റ് പാസ്പോർട്ട് തന്നിരിക്കുന്നത് അതുപോലെ ആ കൂട്ടത്തിൽ നമ്മൾ മെയിൽ ഫീമെയിൽ ഒക്കെ നോക്കിയിട്ട് വേണം പാസ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ. തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ച് അവിടെ വെച്ച് തന്നെ തിരുത്തിപ്പിച്ച് യാത്രയ്ക്ക് പുറപ്പെടണം എന്ന കാര്യം വളരെ പ്രാധാന്യത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഈ വനിതയുടെ ആ കുടുംബത്തിൻ്റെ ദുരന്തത്തിൽ ഞങ്ങൾക്ക് സഹതാപം പ്രകടിപ്പിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ.